അയ്യായിരം വർഷം മുമ്പ് എഴുതിയ ഭാഗവതത്തിൻ്റെ മഹിമ അത് നമ്മൾ ഹിന്ദുക്കൾ അധികം മനസ്സിലാക്കിയിട്ടില്ല. മോസ്റ്റ്ലി നമ്മൾ കേട്ടതൊക്കെ കൃഷ്ണൻ്റെ കുറേ ലീലകൾ, പൂതനയെ കൊന്നു, അല്ലെങ്കിൽ കംസനെ കൊന്നു, കാളിയമർദ്ദനം ചെയ്തു, ഒരല് കെട്ടി വലിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കുറേ കഥകളല്ലാതെ ഭാഗവതത്തിൻ്റെ ഒരു മഹിമയും പെരുമയും ഗരിമയൊക്കെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളത്ര ഗൗരവമായി പഠിച്ചിട്ടില്ല. ഇതൊരു പഠന വിഷയമായിരുന്നില്ല, ഇത് വെറും ഒരു കഥാ വിഷയമായി മാറിപ്പോയി. ഇവിടെയാണ് എനിക്ക് നിങ്ങളോടൊക്കെയുള്ള ഒരു റിക്വസ്റ്റ്, കൈൻഡ് റിക്വസ്റ്റ്. ഭാഗവതത്തെ നമ്മൾ മറ്റൊരു രീതിയിൽ, അതിൻ്റെ ശരിയായ രീതിയിൽ പ്രൊപ്പഗാൻഡ പരസ്യപ്പെടുത്തണം. അപ്പോഴാണ് അടുത്ത ജനറേഷനൊക്കെ ഭാഗവതത്തിനോടുള്ള ഒരു റെസ്പെക്റ്റും, ഇത് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അവരുടെ ഉള്ളിലൊരു താല്പര്യമൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇത് വെറൊരു പെരിഫറി, അതിൻ്റെ കഥകൾ മാത്രമായി അങ്ങനെ ഒതുങ്ങിപ്പോവും. അതിൻ്റെ ഒരു പ്രാധാന്യം ആരും മനസ്സിലാക്കില്ല. ഇവിടെ ഞാൻ ചില ഭാഗങ്ങൾ മാത്രം കടന്നു പോവുകയാണേ. ഭാഗവതത്തിൽ നിങ്ങൾ നോക്കൂ, 5000 വർഷം മുമ്പ് എഴുതിയ ഈ കൃതിയിൽ ഒരു രാജാവ് ഒരു രാജ്യം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഇത് അത്ര ഗംഭീരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 4-ാം സ്കന്ധത്തിൽ 18-ാം അധ്യായം, 4-ാം സ്കന്ധത്തിൽ 18-ാം അധ്യായം പൃഥു രാജ്യം ഭരിക്കുന്നത്. പൃഥു എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഒരു എംപററായിരുന്നു, ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ഇവിടെ രാജ്യം ഭരിക്കുന്ന കാലത്ത്, പൃഥുവിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പൃഥു ഒരു രാജ്യത്തെ സെറ്റ് ചെയ്തത്? ഇന്നത്തെ ഭരണാധികാരികൾ പഠിക്കുന്ന കാര്യമാണ്. നിങ്ങൾ കേട്ട് കാണാം, പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ കേട്ടില്ലേ? ഉണ്ടോ? കേട്ടില്ലേ? ഇതുപോലെ ഒരു പ്ലാനിങ്, ഒരു കംപ്ലീറ്റ് പ്ലാനിങ്, ഒരു രാജ്യത്തിനെ കുറിച്ചുള്ള വലിയൊരു വിഷൻ അന്നത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു. കാണാം നിങ്ങൾക്ക് ശ്ലോകം 30-31. ഞാൻ വായിക്കുന്നത് 4-ാം സ്കന്ധം 18-ാം അധ്യായം 30-31. എടുക്കുക എല്ലാവരും. കാരണം ഇത്തരം ശ്ലോകങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരണം. അപ്പോഴാണ് ഭാഗവതത്തിനെ മറ്റൊരു ഡയമെൻഷനിൽ നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കാൻ പറ്റുക. എന്താണ് ഭാഗവതം? കാരണം എന്താ അറിയോ, പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികൾ ഭാഗവതത്തെ ഒരു അമ്പലത്തിൻ്റെ ഒരു ചടങ്ങായിട്ടാണ് കണ്ടത്. ഞാൻ പല പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് പറയണം, പല മിനിസ്റ്റേഴ്സ് വരുന്നു. ഞാനിപ്പോൾ അടുത്ത ഏലൂരിൽ സപ്താഹം നടത്തപ്പം നമ്മുടെ മിനിസ്റ്റർ രാജീവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരും മിനിസ്റ്റർമാരും മറ്റൊക്കെ പങ്കെടുക്കും. ഇവരൊക്കെ ഭാഗവതത്തെ കാണുന്നത് ഒരു കഥാരൂപത്തിലാണ്. അതൊരു വിഷമമുള്ളൊരു കാര്യമാണ്. കഥയല്ല ഭാഗവതം. ടോക്കിംഗ് അബൌട്ട് സംതിങ് എൽസ്. അത് നമുക്ക് ഹിന്ദുക്കൾക്ക് അറിയില്ല. അപ്പം നമ്മൾ ഈ കഥ പ്രചരിപ്പിച്ച് ഭാഗവതം കഥയെ, അതിനപ്പുറം അതിലുള്ളത് പ്രചരിപ്പിക്കണ്ടേ? ഈ ശ്ലോകങ്ങൾ നോക്കൂ നിങ്ങൾ, 30-31 ശ്ലോകം. അദാസ്മിൻ, കിട്ടിയോ? ഭഗവാൻ വൈന്യം എന്ന് പറഞ്ഞാൽ പൃഥു മഹാരാജാവിനെയാണ് ഇവിടെ വൈന്യം എന്ന് വിളിക്കുന്നത്. പ്രജാനാം വൃത്തിത, പ്രജകളുടെ വൃത്തിക്ക് വേണ്ടി, പ്രജകളുടെ വൃത്തി എന്ന് പറഞ്ഞാൽ ക്ഷേമത്തിന് വേണ്ടി. അതായത് തൻ്റെ നാട്ടിലെ പ്രജകൾക്ക് ക്ഷേമമുണ്ടാവുന്നതിന് വേണ്ടി പിതാ ഒരച്ഛൻ്റെ സ്ഥാനത്തിരുന്ന് നിവാസാൻ കൽപ്പയാൻ ചക്രു, അവർക്ക് വേണ്ടുന്ന നിവാസങ്ങളെ, താമസം എന്ന് മാത്രമല്ല അവരുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം തയ്യാറാക്കി. എന്തൊക്കെയാണ്? ഗ്രാമാൻ, എന്താണ് പറയുന്ന? ഗ്രാമം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കൃഷിയും ആ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സംവിധാനത്തെയാണ് എന്ത് പറയുക? അപ്പം ജീവിക്കണമെങ്കിൽ കൃഷി വേണം. അപ്പോൾ അവിടെ കൃഷി, പശു തുടങ്ങിയുള്ള സമ്പത്ത്. പത്തനാനി, പത്തനം എന്ന് പറഞ്ഞാൽ ടൗൺഷിപ്പുകൾ. എന്താണ്? ഈ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുവരണം? ചന്തകൾ ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ ചന്തകളും മറ്റും നിറഞ്ഞ സ്ഥലത്തിനെയാണ് പട്ടണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പട്ടണങ്ങൾ ഉണ്ടാക്കി. ദുർഗാണി എന്ന് പറഞ്ഞാൽ
പട്ടാളത്തിന് താമസിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യം, അതായത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്താൻ ശത്രുക്കൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പട്ടാളക്കാർക്ക് താമസിക്കാനുള്ള, അല്ലെങ്കിൽ പട്ടാളക്കാരെ നിലനിർത്താനുള്ള സൗകര്യം ഉണ്ടാക്കി. ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ? പ്രജകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ദുർഗാനി, വിവിധാനിച്ച, അങ്ങനെയുള്ള പലത്. ഘോഷാൻ, വ്രജാൻ, ശിബിരാൻ, ഘോഷങ്ങൾ. ഘോഷം എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം വരുമല്ലോ, ആഘോഷം. ആളുകൾക്ക് ഒരു സാമൂഹികമായ കാര്യങ്ങൾക്ക് ഒത്തുചേരാനുള്ള സ്ഥലങ്ങൾ, നൃത്തവും വാദ്യവും. അപ്പം ആളുകൾക്ക് സന്തോഷിക്കണം, അപ്പം അതിനുള്ള സ്ഥലങ്ങൾ. വ്രജാൻ, വ്രജൻ എന്ന് പറഞ്ഞാൽ ആർട്ടിസൻസ്. ഓരോ നാട്ടിലുള്ള ആളുകൾക്ക്, കൽപ്പണിക്കാർ, ഒത്തുപണിക്കാർ, ശില്പികൾ, അങ്ങനെയുള്ള പലരും ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ വിറ്റഴിക്കാനും മറ്റുമൊക്കെ ഉള്ള സംവിധാനങ്ങൾ. അതുപോലെ വ്രജാൻ എന്താണ്? ഘോഷാൻ, വ്രജാൻ, ശിബിരാൻ, ആകാരൻ. ആകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖനികൾ, ഭൂമിയിലുള്ള പല കാര്യങ്ങളും നിധികളൊക്കെ എടുക്കാൻ, അതായത് രത്നം, സ്വർണം, ഇതൊക്കെ ഉണ്ടാക്കാനുള്ള. ഗേടകർവടാൻ, ഗേടകർവടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പലതരത്തിലുള്ള കൊല്ലന്മാർ, ആശാരിമാർ, ഇങ്ങനെയുള്ള പല പണിക്കാരും ഉണ്ടാവും. ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ നാട്ടിലുള്ള പ്രജകൾക്കെല്ലാവർക്കും അവരുടെ തൊഴിൽ ചെയ്യാനുള്ള, തൊഴിൽ ചെയ്ത് അവരുടെ സാധനങ്ങൾ സമൂഹത്തിൽ വിറ്റഴിക്കാനൊക്കെയുള്ള ഒരു സെറ്റപ്പ് അന്നത്തെ കാലഘട്ടത്തിൽ, പൃഥു മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇത് ഏത് കാലമാണ് നോക്കണം. ലോകത്തിന് മാനേജ്മെൻ്റ് എന്താണെന്നറിയില്ല, ലോകത്തിൽ എഡ്യൂക്കേഷൻ എന്താണെന്നറിയില്ല. മനസ്സിലായോ? ലോകത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയും വന്നിട്ടില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു രാജ്യത്തിൻ്റെ സമഗ്രമായ ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന ഒരു കംപ്ലീറ്റ് വിഷനുള്ള ഭരണാധികാരികൾ ഈ ഭാരതത്തിൽ അഭിമാനിക്കണ്ടേ നമ്മൾ? വേണോ വേണ്ടയോ? ഇത്തരം ശ്ലോകങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇങ്ങനെയൊക്കെയുള്ളൊരു ഭരണാധികാരികൾ ഉള്ള നാട്ടിലാണല്ലോ ഞാൻ വന്ന് ജനിച്ചത്. അതൊരു ഭാഗ്യമല്ലേ ഇത്? പക്ഷെ എന്ത് പറ്റിച്ചാൽ ഇതൊന്നും ആരും പ്രൊജക്റ്റ് ചെയ്തില്ല. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്നിപ്പം കംപ്ലീറ്റ് താളം തെറ്റിച്ചു എഡ്യൂക്കേഷൻ വന്നപ്പോൾ. പരമ്പരാഗതമായി പലതും ചെയ്തിരുന്നവർക്കൊന്നും ഇന്നിപ്പോൾ തൊഴിലുകൾ ഇല്ലാതായി, ഒക്കെ താളം തെറ്റിച്ചു, ഇല്ലേ? ആണോ അല്ലയോ? അപ്പം എല്ലാവർക്കും അവരവരുടെ തൊഴിലൂടെ സമ്പത്തും സമൃദ്ധിയും കൈവരിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം ഈ ഭൂമിയിൽ സാധ്യമാക്കി തീർത്ത രാജാവാണ് ആര്? പൃഥു മഹാരാജാവ്. അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ പോയതോടുകൂടിയിട്ടല്ലേ ഇപ്പം 30 ദിവസം ജയിലിൽ കടന്ന മന്ത്രിസ്ഥാനം തെറിക്കുന്നുള്ള ബില്ല് കൊണ്ടുവരേണ്ടി വരുന്നത്. പുതിയ ബില്ല് അതാണ് വിവക്ഷ ചെയ്യുന്നത്. അതായത് ജനങ്ങളെ അധികാരത്തിലേറ്റിയവർ അത് മറന്ന്, ജനങ്ങളുടെ കാര്യം മറന്ന്, ദീപസ്തംഭം മഹാശ്ചര്യം, ഇങ്ങോട്ട് വല്ല പണം വരട്ടെ, ഇങ്ങോട്ട് വല്ല പണം വരട്ടെ എന്ന് പറഞ്ഞ് അഴിമതിയും കാണിച്ച അവസാനം അവരഴിയുടെ ഉള്ളിൽ പോയി, അഴി തന്നെ മതി എന്നുള്ള രീതിയിൽ പോയാൽ പിന്നെയും അവരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ കഴുതകളായി മാറുന്നതുകൊണ്ടാണ്, അല്ലേ? സത്യത്തിൽ സത്യസന്ധമായ ഉത്തരം പറയണേ, സത്യസന്ധമായിരിക്കണം. നമ്മുടെ നാട് ഭരിക്കുന്നത് ഒരു നാടിനെ ശരിക്കും വികസിപ്പിക്കാൻ കഴിയുന്ന കഴിവുള്ളവരാണോ? സത്യം പറയണം. എന്തൊരു കഷ്ടമാണ് ഈ കേരളത്തിൻ്റെ അവസ്ഥ. നോക്കൂ നിങ്ങൾ, വെറും കൊടിയുടെ യോഗ്യതയിൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്താണ്, നാടിൻ്റെ വളർച്ച എന്താണെന്നറിയാത്ത, ഇല്ലേ? എനിക്ക് വിഷമം തോന്നാറ്, ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് വിചാരിക്കരുത്, നമ്മൾ ഈ വിദേശങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ഈ കേരളത്തോട് നമുക്ക് വലിയ സങ്കടം തോന്നുക. നിങ്ങൾ നോക്കുമ്പോൾ ഈ ദുബായ്, സൗദി അറേബ്യ വിട്ടോളൂ, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയുള്ള രാജ്യങ്ങളൊക്കെ കേട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ രാജ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ മരുഭൂമി സ്ഥലങ്ങളാണ്, വെറും മരുഭൂമി. ദുബായിക്ക് ഒരു എണ്ണ പോലും ഇല്ല, ക്രൂഡ് പോലും ഇല്ല അവർക്ക്. ആർക്ക്? ദുബായ് എന്ന് പറയാം. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും എങ്ങോട്ട് പോകുന്നു എന്നാ പറയാ? അപ്പം നോക്കൂ, ആ മരുഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കിയത് കൃഷി ചെയ്തിട്ടല്ല, അവിടുത്തെ ഭരണാധികാരികളുടെ വിഷനാണത്. ആണോ? പല രാജ്യങ്ങളിലുള്ള വിഭവങ്ങൾ അവിടെ വരുന്നു, ടൂറിസ്റ്റുകൾ അവിടെ വരുന്നു, അവർക്കവിടെ ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ,
അവിടെ ട്രേഡ് ചെയ്യാനുള്ള ആണോ അല്ലയോ? ഒരു മരുഭൂമിയെ സമ്പന്നമാക്കിയത് ഭരണാധികാരിയാണെങ്കിൽ ഈ കേരളം എത്ര സമ്പൽ സമൃദ്ധമാണ് നോക്കൂ നിങ്ങൾ. മഴയാണെങ്കിൽ വിട്ടു പോകണില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു സപ്താഹമായിട്ട് ഒരാഴ്ചയ്ക്ക് മാറ്റി വെച്ചിരിക്കുകയാണോ എന്ന്. അല്ലെങ്കിൽ ഇവിടെ തോരാത്ത മഴയിരുന്നില്ലേ? അല്ലേ? ശരിയല്ലേ? ഇങ്ങനെ മഴയ്ക്ക് മഴ, വെള്ളത്തിന് വെള്ളം, ഇതൊന്നും ഇല്ലാത്ത ആ പാവങ്ങൾക്ക് ഇത്ര സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയരാൻ പറ്റി. സമ്പൽ സമൃദ്ധമായ ഈ രാജ്യത്തെ പിച്ച ചട്ടിയെടുക്കുന്നതാക്കിയത് ഈ ഭരണാധികാരികളുടെ കഴിവുകേടല്ലേ? ഇന്ന് എരന്ന് വാങ്ങിച്ചിട്ടാണ് ഈ ഓണത്തിന് കിറ്റ് വാങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത് നല്ല കിറ്റല്ലത്, കടം മേടിച്ചു കൊണ്ടുപോകുന്ന കിറ്റാണ്. അതറിയില്ലേ നിങ്ങൾക്ക്? സത്യമല്ലേ? നാളെ ടാക്സിൽ 1% കൂട്ടുന്ന വിധത്തിൽ കറണ്ടിൻ്റെ ചാർജ് കൂട്ടണം. കാരണം ഈ കടം മേടിച്ചതൊക്കെ ആര് കൊടുക്കും? ഇപ്പം കടം മേടിച്ചിട്ട് കിറ്റ് കൊടുക്കുന്ന സംസ്കാരത്തിലേക്ക് അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഭരണാധികാരികളുടെ കഴിവുകേട് തന്നെയാണ്. ഇതാരും പറയാൻ തയ്യാറില്ല, അതാ പ്രശ്നം. കാരണം കൊടിക്കാണ് ഇവിടെ പ്രാധാന്യം. ഞാൻ പറയുമ്പം കൊടി മാറ്റിയിട്ട് വല്ല വിവരം മൂളയുള്ളവരെയൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാൻ എന്നാവോ നമുക്കൊരു യോഗ്യത ഉണ്ടാവുക? അതിനെന്തെങ്കിലും നമുക്ക് കഴിയുമെന്ന് എനിക്ക് അറിയില്ല. ശരിയല്ലേ? ഈ കുട്ടികളൊക്കെ ഒന്ന് ദുബായിൽ പോകുമ്പം ആ മരുഭൂമിയിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭരണാധികാരികളുടെ ഗുണമാണ്. മനസ്സിലായില്ലേ? അവരിവിടെ വന്ന് നോക്കുമ്പോൾ ഇത്ര റിച്ചായിട്ടുള്ള നേച്ചർ, ഇങ്ങനെയുള്ളൊരു നാട്ടിൽ നിന്നാണോ പിച്ചതെണ്ടി വരുന്നത് ഇവര്? എന്നാലോചിച്ച് നോക്കൂ. ആരുടെ കുഴപ്പമാണ്? നാടിൻ്റെ കുഴപ്പമാണോ? ഉറക്കെ പറയൂ നിങ്ങൾ. അതെന്തേ നമ്മൾ വിളിച്ചു പറയാൻ തയ്യാറില്ലാത്ത സമൂഹം? ഇനിയെങ്കിലും നമുക്കറിയണ്ടേ? കാലം മുന്നോട്ട് പോകുമ്പോഴും ഈ പൊട്ട രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ പുറത്ത് കിടക്കണ്ടേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? പറയൂ നിങ്ങൾ. ഇതൊന്നൊക്കെ ഒരു മാറ്റമുണ്ടാകും. അവിടെയാണ് പൃഥു ചക്രവർത്തിയെ പോലുള്ളവരുടെ മഹത്വം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു രാജ്യത്തുള്ള പ്രജകൾക്ക് എങ്ങനെയാണ് ക്ഷേമമുണ്ടാവുക, അതിനുവേണ്ടി ഗ്രാമങ്ങളും പട്ടണങ്ങളും അവരുടെ എല്ലാം കഴിവുകളൊക്കെ അവർക്ക് കാണിക്കുന്നതിന് പറ്റുന്ന സംവിധാനങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം. അപ്പോൾ ഉൽപ്പന്നം വിറ്റഴിക്കണമെങ്കിൽ അവർക്കൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവണമല്ലോ. അവരൊക്കെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കളാവരുത്, അവരൊക്കെ ഉൽപാദകരാവണം, പ്രൊഡ്യൂസേഴ്സ് ആവണം. വേണ്ടേ? മാനുഫാക്ചേഴ്സ് ആവണം. വേണ്ടേ? അതൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഈ തരത്തിലൊക്കെ ഉള്ളൊരു വിഷൻ 5000 വർഷം മുമ്പ് തന്നെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ നേരെ 5-ാം സ്കന്ധത്തിലേക്ക് കടക്കണു. ഇവിടെ ഒരു ഭാഗങ്ങളുണ്ട്. പുരഞ്ജനോപാഖ്യാനം എന്നൊക്കെയുള്ള ഭാഗമുണ്ട്, വായിക്കണം നിങ്ങൾ. എൻ്റെ സമയക്കുറവ് കൊണ്ട് ഞാൻ 5-ാം സ്കന്ധം, ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളോട്, ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ കവർ ചെയ്യുള്ളൂ. കാരണം അല്ലെങ്കിൽ സമയം പോകും നമുക്ക് ഒരുപാട്. പുരഞ്ജനോപാഖ്യാനമൊക്കെ നിങ്ങൾ കേട്ട കഥകളായിരിക്കും അല്ലേ? ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാത്തതിന് കാരണം അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ലല്ലോ? കാരണം എന്താ പറയുക, ചിലവർ ഈ ടിപ്പിക്കലി ട്രഡീഷണലി ഭാഗവതം കേട്ടവരോ സ്വാമി ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുക്കുന്നത്. പല പാർട്ടുകളും ഞാൻ പറയാത്തതിന് കാരണം ചില ഭാഗങ്ങൾ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് എല്ലാം കൂടി പറയാനുള്ളൊരു സമയം കിട്ടില്ല. അപ്പം നമ്മൾ നേരെ കടക്കുന്നത് പഞ്ചമസ്കന്ധാണ്. പഞ്ചമസ്കന്ധം നേരത്തെ ആ സ്വയംഭൂമനുവിൻ്റെ കഥ, ആ ത്രെഡ് വിടരുത്. 5 മക്കളുടെ കാര്യം പറഞ്ഞു. ദേവകൂതിയുടെ മകനായിരുന്നു കപിലൻ എന്ന കാര്യം പറഞ്ഞു. പിന്നെ ആകൂതി പ്രസൂതി, അത് നമ്മൾ തൊട്ടില്ല, കാരണം പ്രസൂതിയുടെ മകനാണ് ദക്ഷൻ. ആകൂതിയുടെ മകനാണ് നരനാരായണ ഋഷി. അത് ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ വരുന്നുണ്ട്. അവിടെ മാർക്കണ്ഡേയ ഋഷിക്ക് സ്വപ്നദർശനമൊക്കെ വരുന്നതും ആലിലക്കണ്ണനെ കാണുന്നൊക്കെ ഒരു കഥകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് പറയാം. ഇവിടെ 2 ആൺമക്കളിൽ ഒരാൾ ഉത്താനപാദൻ, കഥ പറഞ്ഞു ഉത്താനപാദൻ്റെ. ഇനി 2ാമത്തെ മകനായിരുന്നു പ്രിയവ്രതൻ. ആരാണ്? പ്രിയവ്രതൻ്റെ ആ കഥയും വംശാവലിയൊക്കെയാണ് പഞ്ചമസ്കന്ധം, 5-ാം സ്കന്ധം. അപ്പൊ പ്രിയവ്രതൻ്റെ പുത്രൻ അഗ്നീന്ദ്രൻ, അഗ്നീന്ദ്രൻ്റെ പുത്രൻ ഋഷഭൻ. ആരാണ്? ഋഷഭന്റെ മൂത്ത പുത്രനായിരുന്നു ഭരതൻ. ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണത്രേ ഈ നാടിൻ്റെ പേര് ഭാരതം എന്നാക്കിയത്. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് കന്യാകുമാരി മുതൽ
അങ്ങ് ഭാരതത്തിൻ്റെ അറ്റം കാശ്മീരല്ല, അങ്ങ് പോണം, അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞു പോണം. അന്നത്തെ ഭാരതം അതായിരുന്നു. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശ്, ഇന്നത്തെ നേപ്പാൾ, ഇന്നത്തെ ഭൂട്ടാൻ, ഇന്നത്തെ ശ്രീലങ്ക, ഇന്നത്തെ മാലി, ഇതൊക്കെ ഏതിൻ്റെ ഭാഗമായിരുന്നു? അത്ര വിശാലമായ ഒരു രാജ്യമായിരുന്നു ഭാരതം. അപ്പം അങ്ങനെയുള്ള ഭാരതത്തിൻ്റെ പേര് ഭരതൻ്റെ കാലം മുതൽ എന്തായി? അതുവരെ ഈ രാജ്യത്തിൻ്റെ പേര് അജനാഭം എന്നായിരുന്നു പൊതുവെ വിളിച്ചിരുന്നത്. ഇങ്ങനെ ഭാരതം എന്ന പേര്. ഈ ഋഷഭദേവൻ്റെ മക്കള് ഭരതൻ, അദ്ദേഹത്തിന് വേറെയും മക്കളുണ്ടായിരുന്നു, 100ഓളം മക്കളുണ്ടായിരുന്നു. ഒക്കെ ഇത്തിരി എക്സാഗ്രേഷൻ ആയിരിക്കാം, എന്തായാലും ധാരാളം മക്കളുണ്ടായിരുന്നു. ഈ മക്കളെയൊക്കെ ശ്രേഷ്ഠന്മാരാക്കുന്നതിൽ അച്ഛൻ വലിയൊരു പങ്ക് വഹിച്ചു. ഇപ്പം ദിവസവും അച്ഛൻ മക്കൾക്ക് ജീവിതത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കും, സത്സംഗമെടുക്കും. ആ സത്സംഗത്തിലൂടെ കുട്ടികൾക്ക് എന്താണ് ജീവിതം, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വ്യക്തമായ ദിശാബോധം ഉണ്ടായി. ഇന്ന് നമ്മൾ കൊടുക്കാത്ത ഒരു കാര്യമാണ് ഋഷഭദേവൻ മക്കൾക്ക് കൊടുത്തത്. അത് ഗംഭീരമായി വർണ്ണിക്കുന്ന ഭാഗമാണ് പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമോധ്യായം. ഇതിനെ ഇന്നത്തെ ഭാഷയിൽ പാരൻറ്റിങ് എന്ന് പറയും. അതായത് ഒരു അച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന ജീവിത ദർശനമാണ് പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമോധ്യായത്തിലെ അവിടുത്തെ വർണ്ണനകൾ. അതൊന്ന് എല്ലാവരും എടുക്കണം. അതൊരു വേണ്ട കാര്യമാണ്. മക്കൾക്ക് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത നമുക്ക് ഉൾക്കാഴ്ച തരാൻ ഈ പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമോധ്യായത്തിന് സാധിക്കും. എല്ലാവരും പഞ്ചമസ്കന്ധത്തിലെ പഞ്ചമധ്യായം 5-ാം അധ്യായം എടുക്കുക. ഇത് ഋഷഭദേവൻ മക്കൾക്ക് ഉപദേശിക്കുന്നതാണ്. ആരാർക്ക് ഉപദേശിക്കുന്നതാണ്? അച്ഛനായ ഋഷഭദേവൻ മക്കൾക്ക് ഉപദേശിക്കുക. അപ്പം മക്കൾക്ക് ഉപദേശിക്കുന്ന ഉപദേശത്തെ പൊതുവെ നമ്മൾ എന്താ പറയുക? പിതൃപദേശം എന്ന് പറയും. എന്താ പറയുക? അങ്ങനെയല്ലേ? പക്ഷെ ഇതൊരു ഉപദേശമല്ല, ഇതൊരു ഉപദേശമല്ല, ഇത് അവർക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്, ഇതൊരു നിർദ്ദേശമാണ്. നിർദ്ദേശം എന്നതിനേക്കാളും പറയാൻ നല്ലത് ഇത് അവർക്ക് കൊടുക്കുന്ന ഒരു ജീവിത ദർശനമാണ്. എന്താണ്? ഒരു വിഷൻ ഓഫ് ലൈഫ് എന്ന് പറയും. ജീവിത ദർശനം അച്ഛൻ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അതിഗംഭീരാണ്. ശ്ലോകങ്ങൾ നോക്കാം നമുക്ക്. നായം ദേഹോ ദേഹഭാജം നൃലോകേ കഷ്ടാൻ കാമാനർക്കദേ വിഡ്ഭുജം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേ തസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം മഹൽ സേവാദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതം സംഘം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവസുഗത സാധവോയീം ഏവാമൈഷേ കൃത സൗഹൃദാർത്താം ജനേഷു ദേഹം വരവാർത്തികേഷു ഗൃഹേഷു ജായാത്മജരാതിമത്സോ ന പ്രീതിയുക്തായാവതശ്ചലോകേ നൂനം പ്രമർത്ത കുരുതേ വികർമ്മ യതിന്ദ്രിയ പ്രീതയാ പ്രണോതി ന സാധുമന്യേയത ആത്മനോയം അസന്നബിക്ലേശത ആസദേഹ പരാഭവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസത ആത്മതത്വം യാവത്ക്രിയാ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധ. വളരെ മനോഹരമാണ്. ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ല. ഞാനൊരു അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ വെച്ചിട്ട് എത്രയും വായിച്ചത്. ആ കേൾക്കുമ്പോൾ തന്നെ ഒരു രുചിയുണ്ട് അതിന്, ഇല്ലേ? ഇല്ലേ? അതിന് രുചിയുള്ളൊരു ഒരു ഭാഷാ രുചിയുണ്ട് അതിന്. ആദ്യം തന്നെ കുട്ടികളോട് പറയാണ്, നായം ദേഹോ ദേഹഭാജം ത്രിലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജം യേ. ഇത് സംസ്കൃതം ആയതുകൊണ്ട് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. വിഡ്ഭുജങ്ങളെപ്പോലെ, വിഡ്ഭുജം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളെപ്പോലെ, ജന്തുക്കളെപ്പോലെ, കുട്ടികളെ ആരെപ്പോലെ? ജന്തുക്കളെപ്പോലെ. ജീവിതം ജീവിച്ചു തീർക്കാനല്ല. നായം ദേഹോ
ഈ ദേഹം നമുക്ക് തന്നിരിക്കുന്നത്, ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് പട്ടിയെയും പൂച്ചയെയും പോലെ ജീവിച്ചു തീർക്കാനല്ല. അപ്പം മനസ്സിലാക്കണം, എന്താ ഈ പട്ടി പൂച്ച എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ രീതി പറയാം, പട്ടിയായാലും പൂച്ചയായാലും ഏത് മൃഗങ്ങളായാലും അതിന് വിശപ്പുണ്ട്, അത് ഭക്ഷണം കഴിക്കും, അല്ലേ? അതിനും വളരുമ്പോൾ കാമം വരും, അതിനും ഉണ്ടാവും ഒരു സെക്ഷൽ ഏർജ്, അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് പ്രവർത്തിക്കും. ഒരു നേച്ചർ അതിനെ കുഞ്ഞുങ്ങളുണ്ടാക്കാൻ പ്രേരിപ്പിക്കും. അപ്പം അത് ഇണചേരും, അതിൻ്റെ കുട്ടികളുണ്ടാവും. അതല്ലേ ഇപ്പോൾ പട്ടികളെ കൂടെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞത്. കണ്ടമാനം കുട്ടികളും പട്ടികളൊക്കെ വന്നപ്പോൾ അത് പ്രസവിക്കാതെ അതിൻ്റെ കുട്ടിയെ വളർത്തും, ഇല്ലേ? അതിനും അതിൻ്റെ കുട്ടികളോടൊരു സ്നേഹമുണ്ട്. കുറേ കഴിഞ്ഞാൽ കുട്ടികൾ അതിൻ്റെ പാട്ടിൽ പോവും. കുറേ കഴിഞ്ഞാൽ ഇത് പ്രായമായി തോലും രോമമൊക്കെ പോയി ഒരു ദിവസം ചാവും. പശുക്കളുടെ കാര്യത്തിൽ അതുണ്ടാവില്ല, അത് നേരെ പശുക്കളുടെ കാര്യത്തിൽ അതുണ്ടാവില്ല, അത് അറവുശാലയിലേക്ക് പോവും. മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ അതിൻ്റെ ജീവിതം? ആണോ അല്ലയോ? ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ അതുപോലെ ജീവിക്കാൻ വന്നതാണോ? ആണോ? അപ്പം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നോക്കൂ, നിങ്ങൾ ഈ വാക്കുകളൊക്കെ പറയുമ്പോണ്ടല്ലോ, തീർത്തും എന്തോ നിങ്ങൾ പറയുന്നുണ്ട്, കറക്റ്റാണ്, പക്ഷേ പൂർണ്ണതയില്ലാത്ത വാക്കുകളാണ്. എന്താണ് ഈ വിവേകബുദ്ധി? മൃഗങ്ങൾക്ക് വിവേകബുദ്ധി ഇല്ലേ? ഇന്നിപ്പം മൃഗങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയോ, ലഹരി വസ്തുക്കൾ കണ്ടുപിടിക്കുന്നത് പോലീസ് നായയെ ഉപയോഗിച്ചിട്ടാണ്. ആണോ? ഞാനങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണേ ഞാനൊരിക്കൽ വിദേശത്തേക്ക് പോവുകയാണ്. എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ ബാഗ് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന സ്ത്രീയുടെ ബാഗിൻ്റെ കൂടെ പോയി. ഈ സ്ത്രീയുടെ ബാഗിലാണെങ്കിൽ എന്തോ സാധനങ്ങൾ, ഈ മത്സ്യം ഉണക്കിയതോ എന്തൊക്കെയോ, അവർ പുറത്തേക്ക്, മക്കൾ അവിടെ ഉണ്ടായിരിക്കണം, ഇതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അവിടെയാണെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റ് തൊടാൻ പാടില്ല അങ്ങോട്ട്. ഈ സ്ത്രീയുടെ ബാഗിൻ്റെ കൂടെ എൻ്റെ ബാഗും. പിന്നെ അവർക്ക് മനസ്സിലായി ഞാനതല്ല, അവരുടെ കൂടെയുള്ള ആളല്ല എന്നൊക്കെ. പക്ഷെ എൻ്റെ 1 മണിക്കൂർ സമയം അവർ കളഞ്ഞു തന്നു. മനസ്സിലായില്ലേ? അപ്പം ഇത്തരം സാധനങ്ങളൊക്കെ അതിലുണ്ട് എന്നുള്ളത് ആരാ മണക്കുന്നത്? പട്ടിയെ കൊണ്ട് മണപ്പിക്കുക അവർ. അപ്പം പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം പട്ടിക്ക് വിവേകല്ലേ? പട്ടിക്ക് വിവേകല്ലേ? പറയൂ. കള്ളനെ പിടിക്കാൻ പട്ടി ഉപയോഗിക്കില്ലേ? ഉണ്ടോ? ഇപ്പോഴത്തെ ഈ തീവ്രവാദികളെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പട്ടികളെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ ഈ തരത്തിൽ ടെക്നോളജിയൊക്കെ അവർക്കും കുറേ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം അവർക്കും വിവേകമുണ്ട്. എന്നാൽ ഒരുപക്ഷെ നമ്മളെക്കാളും ഈ വിവേകം അവർക്കായിരിക്കും ചിലപ്പം. പ്രസവിച്ച സ്ത്രീ, കൊച്ചുകുട്ടി, ചില സമയത്ത് കൊച്ചുകുട്ടികളെയൊക്കെ കുളിപ്പിച്ച് വാർഡ് കടത്തും. ഹോസ്പിറ്റലിൽ എല്ലാ കുട്ടികളുടെയും കൂടെ കടത്തും. ഉണ്ടോ? കടത്തില്ലേ? അതിനെന്ത് ചെയ്യും അവർ? ടാഗ് ഇടും. എന്നാലൊരു 10-20 പശു പ്രസവിച്ചു കഴിഞ്ഞാലും സ്വന്തം കുട്ടിയെ കണ്ടുപിടിക്കാൻ ഒരു ടാഗും വേണ്ട പശുവിന്. ഈ ജനിച്ച കുട്ടിക്ക് എങ്ങാനും മനുഷ്യക്കുട്ടിക്ക് ടാഗ് ഇട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? സത്യം പറയണേ, പ്രസവിച്ച അമ്മയ്ക്ക് പോലും സ്വന്തം കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടോ? നിങ്ങൾ വലിയ വിവേകബുദ്ധിയൊക്കെ പറഞ്ഞല്ലോ. പ്രസവിച്ച അമ്മയ്ക്ക് സ്വന്തം കുട്ടിയെ കണ്ടുപിടിക്കാൻ, പല കുട്ടികളുടെ ഇടയിൽ കിടക്കുന്ന ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിവുണ്ടോ? എന്നിട്ട് എന്ത് വിവേകാണ് നിങ്ങൾ പറഞ്ഞത്? എന്നാൽ പശുവിനാണോ ഈ വിവേകം കൂടുതൽ, മനുഷ്യനാണോ? നേരത്തെ നിങ്ങൾ എന്താ പറഞ്ഞത്? മൃഗത്തിനേക്കാളും കൂടുതൽ നിങ്ങളെ ശീർഷാസനത്തിൽ നിർത്തണം. കാരണം മനുഷ്യനേക്കാളും ഇക്കാര്യത്തിൽ ബുദ്ധി. ഇനിയിപ്പം മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന വേറൊരു സാധനം, അതിലും ബുദ്ധിയുള്ളതാണ് വരാൻ പോണത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് നിങ്ങൾക്കറിയുമെന്നറിയില്ല. ഇനി സ്കൂളിൽ ടീച്ചർമാരുടെ ആവശ്യമില്ലാത്ത കാലഘട്ടത്തിലേക്കാണ് പോണത്. സർജറി ചെയ്യാൻ ഡോക്ടറുടെ ആവശ്യമില്ലാത്ത കാലത്തിലേക്കാണ് പോണത്. ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലിൽ ഡോക്ടറുടെയും ആവശ്യമില്ല. കാരണം ഇത്
ഒരു ഡോക്ടറെക്കാളും രോഗം ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്ന അത്ര റോബോട്ട്സുകളെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ബ്ലഡിനെ അപ്പോഴേക്കും കൾച്ചർ ചെയ്യാൻ സാധിക്കുന്ന, ഒരു നിമിഷം കൊണ്ട് റിസൾട്ട് എടുത്ത് എന്താണ് രോഗമെന്ന് അടിച്ച് പ്രിൻ്റ് ചെയ്ത് ഇങ്ങോട്ട് തരികയാണ്. നിങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും നിങ്ങളെ സ്കാൻ ചെയ്തിട്ടുണ്ടാവും അത്. ഇനി എന്താ വേണ്ടത്? ഏതെങ്കിലും ഡോക്ടർക്ക് എത്താൻ പറ്റും ഇതിലേക്ക്? അപ്പം ആ തരം ടെക്നോളജിയിലേക്ക് മനുഷ്യൻ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യജീവിതം പിന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ? അത് കണ്ടുപിടിക്കണ്ടേ ഉത്തരം. എന്തിനാണ് മനുഷ്യജീവിതം? എന്തിനാണ്? ഈ ഒരൊറ്റ വാക്ക് അടിവരട്ടിക്കണം. തപോദിവ്യം പുത്രക ഏന ബ്രഹ്മസൗഖ്യം അനന്തം. മനുഷ്യജീവിതം എന്തിനാണ്? മനുഷ്യജീവിതം എന്തിനാണ്? മനുഷ്യജീവിതം നമുക്ക് തന്നിരിക്കുന്നത് ഒരു വശത്ത് ഭൗതികത വേണം, വേണ്ടേ? അവനവന് ഭൗതികമായ നിലനിൽപ്പ് വേണം. പക്ഷെ അത് മാത്രം പോരാ. മനുഷ്യൻ എന്ത് വേണം? ആത്മീയമായ അവബോധമുണർത്തണം. അപ്പം മനുഷ്യനിൽ ശ്രദ്ധിക്കണം, 5 ബോധാവസ്ഥകളുണ്ട്. എത്ര? ഉറക്കെ പറയൂ. ഏതൊക്കെയാണ് 5 ബോധാവസ്ഥകൾ? 5 ബോധാവസ്ഥകൾ ഏതാണ്? രാവിലെയൊക്കെ പറഞ്ഞില്ലേ നമ്മൾ? റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ വാസ്തവത്തിൽ. ഏതൊക്കെയാണ്? സാധാരണ ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഈ വാക്കുകളൊക്കെ കോമൺലി യൂസ്ഡ് ആണ്. ആണോ? ആണോ? ആണോ അല്ലയോ? അപ്പം അത് പറയാൻ എന്താ ബുദ്ധിമുട്ട്? അതിനെ പറയാ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഇത് കോമൺ ആണ്. എന്നാൽ മനുഷ്യരിൽ ഏതുണ്ട്? അവബോധ മനസ്സും, അവബോധ മനസ്സല്ല, അവബോധവും പൂർണ്ണബോധവും. അപ്പൊ മനുഷ്യൻ എന്തിനാ ഭൂമിയിൽ വന്നത്? അനുഷ്ഠാനത്തിലൂടെ, തപസ്സിലൂടെ, അനുഷ്ഠാനത്തിലൂടെ അവബോധത്തിലേക്കും തുടർന്ന് പൂർണ്ണബോധത്തിലേക്കും. അതാണ് തപോദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേതസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. എന്താ നോക്കൂ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ജീവിതത്തിൻ്റെ ഈ സാധ്യതകൾ നിങ്ങൾ കളയരുത് കുട്ടികളെ. ഒരു വശത്ത് നിങ്ങളുടെ ഭൗതിക ജീവിതം നയിക്കുമ്പോഴും വേറൊരു വശത്ത് കൃത്യമായ അനുഷ്ഠാനത്തിലൂടെ നിങ്ങളിലെ അവബോധം ഉണർത്തണം. നിങ്ങൾ ഉണർത്തണ്ട. ഉള്ളതൊന്നും നിങ്ങൾ ഉണർത്തണ്ട. ഉള്ളതെല്ലാം ഉണരും. ഒരു മുട്ടിനെ വിടർത്തണ്ട. മുട്ടങ്ങോട്ട് അവർക്ക് പറയൂ വിടരും. ഇതുപോലെ അവബോധം ഉണർത്തണ്ട. അവബോധം ഉണരും. അതിനെന്ത് ചെയ്യണം? അതിനെ ഉണർത്താനായൊരു അനുഷ്ഠാനം കൊണ്ടു നടക്കണം. അതാണ് തപോദിവ്യം. അനുഷ്ഠാനം കൊണ്ട് നടക്കൂ. എന്താ അനുഷ്ഠാനം? കൃത്യനിഷ്ഠമായി കാര്യങ്ങൾ, ഒരു കൃത്യത വേണം. എണീക്കുന്നതിലും ഉറങ്ങുന്നതിലും ജപം, സത്സംഗം, ഇത് മറക്കരുത്. എന്താണ്? ജപവും നല്ലത് വർത്തമാനം പറയാം. മറ്റൊരാളെ മാനസികമായി ഉണർത്താനും ഉയർത്താനും പറ്റുന്ന വാക്കുകൾ പറഞ്ഞു ശീലിക്കുക. അതൊക്കെ മനസ്സിൽ പ്രതിജ്ഞ ചെയ്യണം. ഞാൻ ആരുടെയും കുറ്റവും കുറവും പറയില്ല, ദോഷം പറയില്ല, കുരുട്ട് പറയില്ല. എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും പറഞ്ഞ് ഞാൻ മറ്റൊരാളെ വിഷമിപ്പിക്കില്ല. ചിലർ വായെടുത്ത അപ്പം തുടങ്ങും മുട്ടു മുതൽ അങ്ങോട്ട് തുടങ്ങാൻ. മനസ്സിലായില്ലേ? ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ പറയുക. അപ്പം നമ്മുടെ സങ്കടങ്ങൾ പറയാനല്ല, മറ്റൊരാളുടെ കുറ്റം പറയാനല്ല സംസാരിക്കേണ്ടത്. അല്പം ഒരു ദൈവീകമായ ചിന്ത മറ്റുള്ളവർക്ക് അവർക്ക് പറയൂ പറയാൻ സാധിക്കും. അതിന് അനുഷ്ഠാനമുള്ളവരാവണം. എന്താവണം? തയ്യാറാണോ അതിന്? ഇന്നു മുതൽ തീരുമാനിക്കാൻ പറ്റുമോ?
എത്ര പേർക്ക് പറ്റും? എന്തു പറ്റും? 4 നേരം കഴിച്ച് കടന്നുറങ്ങാം സ്വാമി. അനുഷ്ഠാനം പറ്റുമോ എന്നല്ല ഞാൻ ചോദിച്ചത്. അവനവൻ്റെ വിഷമങ്ങളും മറ്റൊരാളുടെ കുറ്റങ്ങളും ഞാൻ ഇന്നു മുതൽ പറയില്ല. എത്ര പേര് തീരുമാനിച്ചു? അപ്പം അതിനർത്ഥം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നല്ലേ? അപ്പം നിങ്ങളുടെ കയ്യിലിരിപ്പ് ചില്ലറയായിരുന്നു. അതൊന്നും തന്നെ ഉറപ്പല്ലേ? പണ്ട് വക്കീൽ ചോദിച്ചു, വക്കീലല്ല ജഡ്ജ് ചോദിച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിയോട്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ തല്ലുന്നത് നിർത്തിയോ എന്ന്. അദ്ദേഹം പെരുമ്പാവൂരുകാരനായതുകൊണ്ട് ആ ചോദ്യം ശ്രദ്ധിച്ചു. ഭാര്യയെ തല്ലുന്നത് നിർത്തിയോ എന്ന് ചോദിച്ചപ്പോൾ നിർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുമ്പ് തല്ലിക്കൊണ്ടിരുന്നു എന്നല്ലേ അർത്ഥം? നിർത്തിയിട്ടില്ല പറഞ്ഞാൽ അപ്പം പിന്നെ അടി തുടരുന്നു എന്നുള്ളത്. എന്താ ഉത്തരം പറയാ? 2 ഉത്തരമല്ലേ ഉള്ളൂ. ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അപ്പം എന്താ ഉത്തരം പറയാ? അത് വിട്ടോളൂ. ഏതായാലും അതേ ഒരു ഉത്തരം പറഞ്ഞു, അത് വിട്ടോളൂ. ഞാൻ ഇന്നലെ ഈ ഇന്ത്യൻ മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഇന്നലെ നടക്കുകയായിരുന്നു രാജസ്ഥാനിൽ. അപ്പം അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിങ്ങനെ കാണുമായിരുന്നു പ്രോഗ്രാമിൻ്റെ. കാരണം അതിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വണ്ടർഫുൾ. ആ ഒരു വളരെ ബ്രില്യൻ്റ് ആൻസർ ആയിരിക്കണം, എന്നാലേ രക്ഷപ്പെട്ടു. അതിൽ ആ ഫസ്റ്റ് വന്ന കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു. അതൊരു ബ്രില്യൻ്റ് ക്വസ്റ്റ്യനാണ്. അതായത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനാണോ, സ്ത്രീകളുടെ എഡ്യൂക്കേഷനാണോ, അല്ലെങ്കിൽ സ്ത്രീകളുടെ അനുഭവിക്കുന്ന ദാരിദ്ര്യം, സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇതേതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? സ്ത്രീകളെ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിലാണോ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനാണോ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക? ഇതിലേതായിരിക്കും ആദ്യം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക? ഏതിനാണ്? അതുകൊണ്ടാണ് നിങ്ങൾ സെലക്ട് ആവാത്തതും. ആ പെൺകുട്ടി പെട്ടെന്ന് അതിന് ഉത്തരം പറഞ്ഞത് ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശമാണെന്ന്. എന്ന് വെച്ചാൽ രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്, ഒന്നിന് മേലെയല്ല എന്നുള്ളത്. ആ ചോദ്യം ചോദിച്ച ആളെ തൊഴുതുപോയ പെൺകുട്ടിയെ. അപ്പം നോക്കത്, ആ കൃത്യം ഉത്തരം പറയണമെങ്കിൽ ആ ഒരു ബ്രില്യൻസ് വേണ്ടേ? അപ്പം നമ്മളിപ്പോൾ എന്താ കണ്ട വിദ്യാഭ്യാസം എന്നാണ് അല്ലേ? അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഏത്? ദാരിദ്ര്യം മാറ്റലും വിദ്യാഭ്യാസം. ആ ഒരു ഉത്തരം കേട്ടിട്ട് എല്ലാവരും ഷോക്കഡായി ഇങ്ങനെ അത്ഭുതപ്പെട്ടു. നമുക്ക് പോലും ആ പെൺകുട്ടിയോട് ഒരു റെസ്പെക്റ്റ് വരും. മനസ്സിലായില്ലേ? അത് ആ ഒരു രംഗം ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു നിമിഷം നമ്മൾ പോലും ചിന്തിക്കാത്തൊരു ഏരിയയിലാണല്ലോ ഈ കുട്ടി എന്തൊരു ബ്ലെസ്ഡ് ആണ് ആ കുട്ടി എന്നൊക്കെ. അപ്പം ഇതാണ് ലോകം. അപ്പം പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കുറ്റങ്ങളും പറഞ്ഞിരുന്നാൽ മറ്റൊരാളെ നമ്മൾ ഉയർത്തുകയല്ല, മറ്റൊരാളെ പറയൂ താഴ്ത്തുകയാണ്. ഞാൻ ആരെയും താഴ്ത്താനല്ല വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് ഉയർത്താനാണ്. എവിടെയോ ഒരു പ്രഭാഷണത്തിൽ ഇത് പറഞ്ഞപ്പം ഇദ്ദേഹം വീട്ടിൽ പോയിട്ട് ഭാര്യയെ എടുത്ത് ഉയർത്തിയിരിക്കുന്നു. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്കെന്താ വട്ടുപിടിച്ചോ മനുഷ്യന്ന്? അല്ല, സ്വാമി പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ഭാരം നിങ്ങൾ ചുമക്കണമെന്ന്. അപ്പം ഇയാളുടെ ഭാരം ആരാണ്? ഭാര്യയാണ്. ഒരാളെ പിടിച്ച് ഉയർത്തിയോണ്ട് അയാളുടെ ഭാരം തീരുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഒരാളെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം നല്ലത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അപ്പം നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം, പ്രതിജ്ഞകൾ എടുക്കണം. അതിനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ വെറുതെ കേട്ടിട്ട് എന്താ കാര്യം? അതായത് ഇനി മേലാൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ആരോടും പറയില്ല എന്നല്ല. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് സ്വാമി പറഞ്ഞിരിക്കുന്നു ഒരു പ്രശ്നവും പറയരുത് എന്ന്. ഒരാൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ടേ ഡോക്ടർ ചോദിച്ചു എന്താ പ്രശ്നം? എനിക്ക് ഒരുപാടുണ്ട് പറയാം, പക്ഷേ സ്വാമി പറഞ്ഞിരിക്കുന്നു സ്വന്തം പ്രശ്നങ്ങളൊന്നും. അപ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞതാണ് നിങ്ങൾ അടുത്ത ബിൽഡിങ്ങിൽ ഡോക്ടറുണ്ട്, അവരെ കാണുമെന്ന്. പക്ഷെ അതാരാണ്? അത് വെറ്റിനറി ഡോക്ടറാണെന്ന്. അതിന് അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റ് ഒന്നും പ്രശ്നം പറയാറില്ല എന്ന്. പശുവും ആടും കോഴിയും വല്ല പ്രശ്നങ്ങളും പറയുമോ? അപ്പം നമ്മൾ പറയേണ്ടടുത്ത് പറയണം. വീട്ടുകാരോടും നാട്ടുകാരോടും നമ്മുടെ ഹാർമോണിയം നിരത്തി പാടേണ്ട യാതൊരു കാര്യമില്ല. അതൊരു തീരുമാനം എടുക്കണം.
ഞാൻ മറ്റുള്ളവരുടെ കുറ്റവും എൻ്റെ വിഷമവും ആരോടും പങ്കുവയ്ക്കും. തീരുമാനം എടുത്തോ നിങ്ങൾ? പലർക്കും ഇപ്പോഴും ഏറ്റിട്ടില്ല. ഞാൻ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വിഷമങ്ങളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും ആരോടും. എന്താ നിങ്ങൾ സൈലൻ്റിലായി പോയത്? നിങ്ങളെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചിട്ട് ഞാൻ അടുത്തത് പറയുള്ളൂ എന്ന്. അപ്പം ഇത് തീരുമാനം എടുക്കണം. എന്താ തീരുമാനിക്കേണ്ടത്? എന്താ തീരുമാനം എടുക്കേണ്ടത്? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്താ തീരുമാനം എടുക്കേണ്ടത്? ഞാൻ എൻ്റെ വിഷമങ്ങളും കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നും ആരോടും. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ മക്കൾക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അല്ലെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഫോൺ എടുത്താൽ തന്നെ പറയും തുടങ്ങിയും കേട്ടുവെന്ന്. അത് ചിലവരെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ ഇപ്പം തുടങ്ങും ആൾ എന്നുള്ളത്? ഇല്ലേ, അങ്ങനെ പറയാറില്ലേ? ആ തരം സ്വഭാവം നമ്മളെ അകറ്റി നിർത്തും. എന്താക്കും? അതുകൊണ്ടാണ് വെറുത്തിട്ടാണ് ചില അച്ഛനമ്മമാരെ മക്കൾ പുറത്താക്കുന്നത്. ആണോ അല്ലയോ? ഇതിങ്ങനെ എപ്പോഴും കുറ്റം പറഞ്ഞ് പ്രാഗി ഇങ്ങനെ വെറുതെ കുറ്റം പറഞ്ഞാൽ വെറുപ്പ് പിടിക്കുമോ ഇല്ലയോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? പറയൂ. കുറേ ഡൈവേഴ്സിനൊക്കെ കാരണം ഇതാണ്. എന്നും കുറ്റം പറയുന്ന ഒരു ഭാര്യയായാലും ഭർത്താവായാലും ആർക്കെങ്കിലും ഏറ്റിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഇതുപോലെ പന്നിക്കും കൊടുക്കാൻ പറ്റും, പട്ടിക്കും കൊടുക്കാൻ പറ്റുമെന്ന് ഭാര്യയോട് പറഞ്ഞാൽ, ഇന്നത്തെ ഭാര്യയാണെങ്കിൽ ചോദിക്കും കുറച്ചുകൂടി വിളമ്പിക്കോട്ടെ എന്ന്. കാരണം നിങ്ങൾ അതിന് യോഗ്യനാണ്. കുറേ കഴിഞ്ഞാൽ മനുഷ്യന് ബോറടിക്കോ ഇല്ലയോ? പിന്നെ എന്തിനാ നമ്മൾ വന്നത്? തപോദിവ്യം പുത്രക. എന്തിനാ വന്നത്? ഉറക്കെ പറയൂ. കുറച്ച് നിഷ്ഠകൾ കൊണ്ട് നടക്കണം, അനുഷ്ഠാനം കൊണ്ട് നടക്കണം. ഒരു 108 തവണയെങ്കിലും ഡെയിലി. അത് പറയുമ്പോൾ മിണ്ടില്ല, നിങ്ങൾ ചെയ്യാത്ത കാര്യമല്ലേ? എന്ത് ചെയ്യണം? എത്ര പേര് ചെയ്യുന്നവരുണ്ട്? നമുക്ക് ഇപ്പോഴും അതൊന്നും ചെയ്യാത്തവരാണ് കൂടുതലിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നന്നാവാൻ പോണത്. ദൈവം വന്ന് നന്നാക്കാൻ പോണ്ടോ? ദേവേന്ദ്രൻ്റെ അച്ഛൻ ആരാന്ന് എനിക്കറിയില്ല. അദ്ദേഹം വിചാരിച്ചാൽ പോലും നിങ്ങളെ നേരെയാക്കാൻ സാധ്യമല്ല. ഇല്ലേ, അങ്ങനെ പറയും നമ്മൾ. ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപ്പട്ടർ വിചാരിച്ചാലും നിങ്ങളെ നേരെയാക്കാൻ പറ്റില്ല. തമാശയായിട്ട് പറയും. അപ്പം അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഈ 2 വാക്ക് മറക്കരുത്. തപോദിവ്യം, അനുഷ്ഠാനത്തിനും മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുന്നതിനാണ്. ഈ വാക്ക് മറക്കരുത്. അനുഷ്ഠാനത്തിനും മറ്റുള്ളവരെ തട്ടി ഉണർത്തുന്നതിനും. എന്തിനാണ് ജീവിതം? അനുഷ്ഠാനം ചെയ്യണം. എന്തിനാ അനുഷ്ഠാനം? അവബോധം ഉണർത്തണം, അവബോധത്തിൽ നിന്നും പൂർണ്ണതയിലേക്ക് എത്തണം. അതൊക്കെ എങ്ങനെ എത്തുള്ളൂ? തപോദിവ്യം അനുഷ്ഠാനത്തിലൂടെ എത്തുള്ളൂ.